മീൻകാരി പോയിട്ട് എന്തായിട്ട് താമസിച്ച? ബീച്ചുകാർ കയറാൻ താമസിച്ചു. മീൻ കണ്ടിട്ട് അവര് കയറണ്ടേ, പങ്കെടുത്ത് കഴിയാതെ പോരാൻ പറ്റുമോ? അതാണ് താമസിച്ചത്. കള്ളി ഇത്ര താമസിച്ചാൽ എന്താ? വലിയ മീനത്തിനെ എടുത്തോണ്ട് പോന്നില്ല. ചെമ്പല്ലിയാണോ അത്? ഇല്ല, വിലോപ്പിയാണ്. ആ പിന്നെ ഇതിനേലും വലിയ വിലോപ്പിയുണ്ട്. ഈ പിലോപ്പി എടുത്തോണ്ട് വന്നതിനാ വല്ല ചെമ്പല്ലിയ കരിമീൻ എടുത്താ പോരായിരുന്ന? അടി ഏപ്രിൽ മാസത്തിൽ ഈ ഫിലോപ്പിയോട് വെട്ടാൻ പറ്റിയ മീനുണ്ടാ. ആ പിന്നെ നല്ല മീനല്ലേ, അതല്ലേ ഞാൻ അത് തന്നെ എടുത്തത്. ചായ കുടിക്കാനല്ലേ ചാമ? അതെ, നിറച്ച് മീൻ വെള്ളവും മീനിന്റെ ഇതൊക്കെയാണ്. ഞാൻ ആ മീനൊന്നും ചെത്തി വെച്ചും കുളിച്ച് നൈറ്റ് മാറിയിട്ട് ചായ കുടിക്കാം. അല്ലടി എങ്ങനെ കഴിക്കും പുട്ട്? അത് പുട്ട് വായിൽ ടീച്ചർ വെള്ളം ഒഴിച്ചാ പോരെ. അതല്ലടി മറന്നേ, കറി എന്തുണ്ട് പുട്ടിനി? മുട്ടക്കറി മതിയാ. ആ എന്തെങ്കിലും ആട്ടെ. എന്നാ പെട്ടെന്ന് കുളിച്ചിട്ടോ, എന്നിട്ട് ഉണ്ടാക്കിയിട്ടാണോ നമുക്ക് തിന്നാൻ? കൊച്ചന്നെ നീ മേടിക്കും. ഉണ്ടാക്കാൻ പോണേണ്, നോക്ക്. എളുപ്പം വെക്ക്, എനിക്ക് വിശക്കണുണ്ട്. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കരിമീൻ ഇല്ലേ ചാമ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എടീ, കായൽ മീൻ കഴിക്കണമെങ്കിൽ ഇപ്പം കഴിക്കണം. ഈ ഉപ്പ് മൂത്ത് നിൽക്കണ സമയത്ത് കരിമീനും ഏത് മീനും ഇപ്പം നല്ല രസമാണ്. പക്ഷേ നീ ഇന്നാൾ പറഞ്ഞില്ലേ കരിമീൻ കഴിച്ചിട്ട് നല്ല രസമായിരുന്നു. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ആ കരിമീത്തിൻ്റെ ചേട്ടനായിട്ട് വരും ഈ പിലോപ്പി. നീ കൂട്ടി നോക്കിയിട്ട് പറഞ്ഞേച്ചാൽ മതി. അച്ചാമ്മേ, നിങ്ങൾ നോക്കിയേ, ഈ മുല്ലില് മൊത്തം മുട്ടായിട്ടുണ്ട്. രണ്ടെണ്ണം വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടടി വെച്ചേ, കുറെ മുട്ടുണ്ട്. കുറെ നാൾ കൂടിയാണത് ഉണ്ടായേക്കണത്. എങ്ങനെ ഉണ്ടാവേണ്ടിരിക്കും? ഞാനല്ലേ മുട്ട തൊണ്ടിട്ട് കൊടുക്കണേ. എന്റെ തലയിലൊരു പൂ വെച്ചിട്ട് അന്ന് കരിഞ്ഞു പോയതാണ്. പിന്നെ ഇപ്പൊ എന്തായാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടല്ലേ ഇത് വിരിഞ്ഞത്. കുഴപ്പമില്ലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവിടെ വീശിനടുത്ത് കുറെ മീനുണ്ടായിരുന്നല്ലേ? കുറെ പേര് ഇവിടെ കൂടി വാങ്ങിച്ചോണ്ട് പോണ കണ്ടായിരുന്നു. അവിടെ വലിയ മീനുണ്ടായിരുന്നു, കരിമീൻ ഉണ്ടായിരുന്നു, പിന്നെ കാളാഞ്ചി ഉണ്ടായിരുന്നു. കാളാഞ്ചി ഉണ്ടായിരുന്ന? അല്ല, അച്ചാമ്മയുടെ കണ്ണിൽ ഇത്തവണ കാളാഞ്ചി പെട്ടില്ലേ? പിലോപ്പിയാണോ പെട്ടത്? പിന്നെ ഞാനിപ്പോ വലിയക്കട കാളാഞ്ചിന്റെ ഒന്നുകൊണ്ട് വരാൻ പോകും. സാധാരണ അങ്ങനെ അല്ല, അതാ ഞാൻ ചോദിച്ചേ. നീ ഒന്ന് ഇത് അരിഞ്ഞേ, എന്തൊക്കെ മീനിന്റെ മുള്ളൊക്കെ കൊണ്ടിട്ടേ കൈ വേനിട്ട്. ഇത് കണ്ടേ, കാളാഞ്ചിയുടെ മുള്ളൊക്കെ കൊണ്ട. ഇത് കാളാഞ്ചിയുടെ മുള്ളൊന്നുമില്ല, വള്ളത്തിയുടെ മുള്ള. അനി ചെയ്യാൻ പറ്റിയല്ലേ പറഞ്ഞാ പോ. അതെ, ഇന്നത്തെ വൈകുന്നേരത്തെ പണിയെല്ലാം കൊള്ളാപ്പാന്ന് തോന്നണേ. നല്ല മഴ വരാൻ പോണ്ടേ അച്ചാമ്മേ? ഇനി ഉച്ച കഴിയുമ്പോഴൊക്കെ മഴയുണ്ടാവും. അല്ല, വൈകുന്നേരമെങ്കിലും കറി റെഡിയാകുമോ? എന്തിനാ ഇത്ര നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട്? നിന്റെ പുട്ട് തിന്നപ്പോൾ തന്നെ എൻ്റെ വിശപ്പ് കെട്ട്. രാത്രിയും അത്താഴം വേണമെന്നില്ല. ഞാനിന്ന് നല്ല പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ട് കഴിച്ച. അച്ചാമ്മേനെ എന്തുണ്ടാക്കിയാനെ? പുട്ടും പഴവും പുട്ടും. അതെ, കുറെ കഴിക്കുമ്പോൾ ആലോചിക്കണേ വൈകുന്നേരം കഴിക്കണ്ട, എന്നിട്ട് എന്നെ കുറ്റം പറയണം. മുളക് കരിഞ്ഞ്. എനിക്കറിയാം, അതാ പറഞ്ഞത്. പറയണ്ട, എനിക്കറിയാം എങ്ങനെ വേണം ചെയ്യാൻ. ഇപ്പൊ വലിയ കറിവെപ്പ് കാര്യം ഞാനാ പഠിപ്പിച്ചു തന്നത്, അത് മറക്കണ്ടോ? പിന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ്. അതല്ല ഉണ്ടാക്കാൻ, സൈഡിൽ നിന്നൊക്കെ പഠിച്ചെടുക്ക്.
ഉപ്പ് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ സഹിച്ചു. അല്ല കഴിക്കാൻ പോണ ഞാനല്ലേ, കഴിക്കാൻ തുടങ്ങി ഞാൻ സഹിക്കത്തൊന്നുമില്ല. കഴിച്ചില്ലേ കഴിക്കണ്ട. എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കിലോക്ക് ഒറ്റക്ക് കറി വെച്ച് കഴിക്കണം. ഞാൻ എന്റെ ജാതകത്തിലും പറഞ്ഞിട്ടുണ്ട് ഒരു കറിയിൽ ഉപ്പ് വാരി ഉപ്പ് വാരി അത് കണ്ട്. കാണാക്കുയിലേ പാടൂ. എന്റെ അച്ചാമ്മ കോരി ഒഴിക്കല്ലേ ചെയ്യേണ്ടത്, ഇത് കറക്കാദ്യം. ഞാൻ കറക്കട്ടെ. എന്താ കറങ്ങണില്ലേ? 50 കിലോത്തിന്റെ ചട്ടിയുമായിട്ടല്ലേ വാങ്ങിച്ചോണ്ട് വന്നേക്കണേ. കറക്ക് കണ്ട പിടിക്കാം. ഈ ടച്ചാമ്മയോട്ട് കാര്യത്തോടെ ആണ്ട് പറഞ്ഞു. ഓ എന്തേലും ആട്ടെ, 4 മണിയായപ്പോഴേക്കും കറി റെഡി ആയല്ലോ. ഓ നല്ല ചൂടുണ്ട് അച്ചാമ്മ. ധൃതി വെക്കണ്ട, പതിയെ കഴിച്ചാൽ മതി. കൊള്ളാം. എങ്ങനെയുണ്ട്? ഉപ്പുണ്ടാ? ഉപ്പ് ഇച്ചിരി കൂടുതലാ. എന്നാ കഴിക്കേണ്ട അവിടെ വെച്ച് ഞാൻ കഴിച്ചോളാം. അടി സാധാരണ ബിലോപ്പിക്ക് വയറിന്റെ ഭാഗത്ത് കയ്പുണ്ടാവും. നീ ആ വയറിന്റെ ഭാഗത്ത് ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കി, കയ്പുണ്ടെന്നറിയാം. അതാണ് ഈ ഏപ്രിൽ മാസത്തിലുള്ള പ്രത്യേകം. ഇപ്പം നല്ല നെയ്യുമായിരിക്കും, നല്ല രസമായിരിക്കും, ഒരു കയ്പും ഉണ്ടാകില്ല. അച്ചാമ്മ ഇതിൽ കുറെ മുളക് പൊടി വരിട്ടില്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഭയങ്കര എരിവായിരിക്കും. പക്ഷെ എരിവൊന്നും അധികം ഇല്ലല്ലേ. എടി ഇതാണ് ഷാപ്പ് മോഡലിലെ കറി. ഇത് പിള്ളേർക്കൊന്നും വെക്കാൻ പറ്റില്ല. ഇത് വെക്കണമെങ്കിലേ ഓമന തന്നെ വെക്കണം. ഷാപ്പ് മുതലാളി വന്നേക്കും.